യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമ്മൾ ഇടർച്ച എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് ഏറ്റവും വിലപ്പെട്ട ഒന്നാണ്. കാരണം ഇടറിപ്പോയാൽ കർത്താവിങ്കിൽ നിന്ന് അകന്നു മാറുന്നു, വീണു പോകുന്നു, ഉദ്ദേശിച്ച കാര്യം സാധിക്കാതെ പോകുന്നു. ഇങ്ങനെ സംഭവിച്ചാൽ തങ്ങളുടെ ജീവിതം തന്നെ പൂർണ്ണമായിട്ടും ഇതിലേക്ക് സമർപ്പിച്ച് കർത്താവിങ്കിൽ നിന്നുള്ള നന്മ മാത്രം മതി എന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്ന അനേകർ ഈ കൂട്ടത്തിലുണ്ട്. അങ്ങനെ വലിയൊരു സമൂഹമാണ് ഈ ഭക്തന്മാരുടെ കൂട്ടം, ദൈവത്തിൻ്റെ സഭയെന്ന് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അവർക്ക് ഭവിപ്പാനിടയുള്ള ഇടർച്ച എന്നുള്ള കാര്യം, അല്ലെങ്കിൽ നാളെ അവർ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ കൂടി കാര്യങ്ങൾ നടപ്പാകാതെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം പഠിക്കേണ്ടതും ആപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കേണ്ടതും ഏറ്റവും അനിവാര്യമാണ്. അങ്ങനെയുള്ളവർക്ക് ഇത് ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളൊന്ന് പഠിക്കുന്നത്, കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നത്, കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കർത്താവിൻ്റെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അവൻ എങ്ങനെ കാത്തിരിക്കണം എന്നുള്ളതാണ്. ഒരാളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വരുന്നയാളുടെ രൂപം, അയാളുടെ പൊക്കം, അയാളുടെ സ്വഭാവം, അയാളുടെ നിറം, അയാളെക്കുറിച്ചുള്ള സകല വിവരങ്ങളും കാത്തിരിക്കുന്നവൻ അറിഞ്ഞിരിക്കണം. അതവൻ്റെ ഹൃദയത്തിൽ വേണം. അത് മാതൃകയാണ്. ആ മാതൃക വെച്ചുകൊണ്ട് വേണം വരുവാനിരിക്കുന്നവനെ നോക്കാൻ. അങ്ങനെയുണ്ടെങ്കിൽ അവന് ഇടർച്ചയ്ക്കുള്ള സംഗതി ഏതുമില്ല, കൃത്യമായിട്ട് ആളെ കണ്ടെത്തും. എന്നാൽ അതിലേറ്റവും പ്രയാസമുള്ള കാര്യമാണ് ഈ ലോകത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ. കാരണം നമ്മളിപ്പോൾ പഠിക്കുന്നത് തന്നെ ഏകദേശം 3000-ൽ പരം ഉപദേശങ്ങൾ ഈ ലോകത്തിലുണ്ടെന്നാണ്. ഒരു ഉപദേശം എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ക്രിസ്തുയേശു എങ്ങനെയുള്ളവനെന്ന് വെളിപ്പെടുത്തുന്ന ആശയ സംഹിതയാണ് ഒരു ഉപദേശം. ക്രിസ്തുയേശു ആര്, എന്ത്, അവൻ്റെ പേരെന്ത്, അവൻ്റെ സ്വഭാവം എന്ത്, അവൻ എങ്ങനെയുള്ള, ഇത് മുഴുവനും അതിനകത്തുണ്ടാവും. ഉപദേശം എന്ന് പറയുന്നത് അതിനകത്തുണ്ടാവും. അതുകൊണ്ട് ഉപദേശം, രണ്ടുപേരുടെ ഉപദേശം ഒന്നായിക്കൊള്ളണമെന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ ഈ ലോകത്തിലുള്ള വ്യക്തികളെക്കുറിച്ച് പഠിക്കുമ്പോൾ, ഒരു ഭരണാധികാരി ഏറ്റവും നിഷ്ഠൂരനായിരുന്നു. ഇപ്പോൾ നമ്മൾ ജർമ്മനിയുടെ ഭരണാധികാരിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് അനേക ലക്ഷങ്ങളെ ഇല്ലാതാക്കിയ ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തെ പ്രശംസിക്കാൻ എത്രയോ പേരുണ്ട്. അദ്ദേഹത്തോട് കൂടെ നടന്ന് ഭരണം നടത്തിയ ഐക്മാൻ, അയാളെ പ്രവർത്തിക്കാൻ എത്ര പേരുണ്ട്. അപ്പോൾ ഏത് വ്യക്തിയും ഈ ലോകത്തിൽ ഉയർത്തപ്പെടുമ്പോൾ, പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകും, അത് സംശയമില്ല. ഇത് തന്നെ ദൈവത്തിൻ്റെ സഭയ്ക്കും അനുവദിച്ചിട്ടുണ്ട്. കാരണം 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, കൊള്ളാകുന്നവർ വെളിവാകേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകണം. നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകണം. എന്തിനു വേണ്ടിയിട്ട്? കൊള്ളാകുന്നവർ വെളിവാകേണ്ടതിന് വേണ്ടിയിട്ട്. കൊള്ളാകുന്നവരാരാ? ഇതിനകത്ത് കൊള്ളാകുന്നൊരു കൂട്ടമുണ്ട്. ഈ ഭൂമിയിൽ കൊള്ളാകുന്നവർ എന്ന് പറയുന്ന ഒരു കൂട്ടമുണ്ട്. ആരാണ് ആ കൊള്ളാകുന്നവർ? അതിന് ദൈവത്തിന് പറയുന്നത്, പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം. അപ്പോൾ മനുഷ്യനെ കൊള്ളാകുന്നവനാണോ അല്ലയോ എന്ന് പരിശോധിച്ച് അറിയുന്ന വിധമാണ് പരീക്ഷ എന്ന് പറയുന്നത്. യോബ് കൊള്ളാകുന്നവനാണോ അല്ലയോ എന്ന് ദൈവം പറഞ്ഞതാ. പക്ഷേ
ശത്രുവിൻ്റെ വാദ നിമിത്തം പരീക്ഷയ്ക്ക് ഏൽപ്പിച്ചു. വലിയൊരു പരീക്ഷയിൽ കൂടി നടത്തി. അവസാനം അവൻ കൊള്ളാകുന്നവനായിട്ട് തെളിഞ്ഞു. അവൻ കൊള്ളാകുന്നവനാ. അപ്പോൾ ഇങ്ങനെ കൊള്ളാകുന്നവരെ തെളിച്ച് മാറ്റിയെടുക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് ദൈവത്തിന് മുമ്പാകെ ഏറ്റവും വിലപ്പെട്ടതാണ്. ഇത് ഈ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൈവം. ഇത് ഒടുവിൽ ഈ കൊള്ളാകുന്നവരെ ഒരു ഭാഗത്തേക്ക് കൂട്ടും, കൊള്ളരുതാത്തവരെ വേറൊരു ഭാഗത്തേക്കും കൂട്ടും, ഇതിൻ്റെ മധ്യത്തിലുള്ളവരെയും കൂട്ടും. അങ്ങനെ വിവിധമായ തട്ടുകളാക്കി തിരിക്കും. ഓരോരുത്തരും താൻ താൻ്റെ നിരയിലത്രയെന്ന് വചനം പറയുന്നത് പോലെ ക്രിസ്തുയേശു 1, ക്രിസ്തുയേശു എന്ന തലയോളം വളർന്നവർ 2, ക്രിസ്തുയേശുവിൻ്റെ സാക്ഷ്യമുള്ളവർ 3, ക്രിസ്തുയേശുവിനെ എൻ്റെ യാഗത്തെ മുൻകണ്ടുകൊണ്ട് യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാർ 4. ഇങ്ങനെ വൈവിധ്യങ്ങളുടെ ഒരു വലിയൊരു കൂട്ടം ഈ മനുഷ്യരുടെ ഇടയിൽ ഉണ്ട്. അതില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവർക്കൊക്കെയും എവിടെയാണ് സ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കുന്നത് ഒരു കൂട്ടർ കർത്താവിനോടുകൂടെ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരുണ്ട്. അത് നമ്മൾ പഠിക്കുന്നതാണ്. കർത്താവ് തന്നെ പറഞ്ഞു, ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടി ഇരിപ്പാൻ അവന് വരം നൽകും. ഞാനും ജയിച്ച എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന പോലെ തന്നെ. ദൈവ സിംഹാസനത്തിൽ ഇരിക്കാൻ തക്കവണ്ണം വളർച്ച പ്രാപിച്ച ഒരു കൂട്ടർ, അവരാണ് ക്രിസ്തുവിനെ പോലെയുള്ളവർ. രണ്ടാമത് 24 സിംഹാസനങ്ങൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് ചുറ്റും സിംഹാസനം വെച്ച് വയ്ക്കുന്ന മൂപ്പന്മാരെന്ന് പറഞ്ഞിരിക്കും. ഈ മൂന്നാമത്തത് രാപ്പകൽ ആരാധിക്കുന്നൊരു കൂട്ടം, വെള്ളനിലയെങ്കിൽ ധരിച്ചുകൊണ്ട് ദൈവാലയത്തിൽ നിൽക്കുന്ന ഒരു കൂട്ടം, രാപ്പകൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം. പിന്നെ പുതിയ ഭൂമിയിൽ വസിക്കുന്ന ഒരു കൂട്ടം, ജീവവൃക്ഷത്തിൻ്റെ ഫലത്തിൽ അവകാശമുള്ളൊരു കൂട്ടം, ഗോപുരത്തിൽ കൂടി അകത്ത് കിടക്കാനും പുറത്തു പോകാനും അധികാരമുള്ളൊരു കൂട്ടം. ഇങ്ങനെ സ്വർഗീയ മണ്ഡലത്തിൽ ചെന്നാൽ അവകാശം പ്രാപിക്കുന്നവരുടെ നിലവാരമനുസരിച്ച് അല്ലെങ്കിൽ വിവിധ നിലകളനുസരിച്ചിട്ടുള്ള സ്ഥാനങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലും മനുഷ്യരിൽ ദൈവം തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊള്ളാകുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠമായ കൂട്ടം, അത് കഴിഞ്ഞിട്ടുള്ളവർ യെരുശലേമിൽ അവകാശം കിട്ടിയവർ, മനോഹരദേശ അവകാശം വീണവർ, പുതിയ ഭൂമിയിൽ അവകാശം കിട്ടിയവർ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള മനുഷ്യരെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവാണെങ്കിൽ അതിവിദഗ്ധമായിട്ട് ലോകത്തിൽ അത് തരംതിരിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പ്രസംഗവും കേൾക്കാറുണ്ട്, ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ല, എല്ലാവർക്കും ഒരുപോലെ. ആർക്കെങ്കിലും ഇത്തിരി കഴിവ് കുറവാണെങ്കിൽ ഏറെ പെറുക്കിയവൻ ഏറെയും കുറേ പെറുക്കിയവന് കുറവും കണ്ടില്ല, എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ 86 സങ്കീർത്തനം പറയുന്ന പോലെ ദൈവസന്നിധിയിൽ ചെന്നെത്തും, ആർക്കും ഒരു കുറവും. ഇതൊക്കെ പറയാം. സത്യാവസ്ഥ അതൊന്നുമല്ല. ആർക്കും കുറവൊന്നും വരില്ല. ഓരോരുത്തരും അവനവൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയ്ക്കും പ്രവർത്തിക്കുന്ന തക്കവണ്ണം പ്രതിഫലം കൊടുക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. എല്ലാവരെയും പ്രവൃത്തി ഒരുപോലെയല്ല, എല്ലാവരെയും അഭിപ്രായം ഒരുപോലെയല്ല, എല്ലാവരെയും വിശ്വാസം ഒരുപോലെയല്ല. അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് കൊരിന്ത്യ ലേഖനത്തിൽ, നിങ്ങളിൽ ഏറ്റവും കൊള്ളാവുന്നൊരു വെളിവ് വരണം, അതിനുവേണ്ടി ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകണം. ഒരിക്കലൊരു സ്ഥലത്ത് ഒരു കൈക്കൂലി മേടിച്ച് വലിയൊരു സമ്പന്നനായ ഒരാളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ആള് എന്നാലും ഈ സാധുക്കളോട് ഇങ്ങനെ മേടിച്ച്, പിന്നെ ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ വരുന്നവരല്ലേ, കുഴപ്പമൊന്നുമില്ല. വേറൊരാൾ പറയാം, ആര് മേടിച്ചാലും അധർമ്മത്തിൻ്റെ പൈസയാണ്, നിലനിൽക്കില്ല. വേറൊരാൾ പറയാം, അവനാ എടുക്കാൻ, കാരണം ജീവിതത്തിൽ എന്നും നമുക്ക് സമയാനുകൂലമായിരിക്കില്ല. ലഭിക്കുമ്പോൾ മേടിച്ചോളണം, അത് ദൈവം തരുന്നതാ. ഓർക്കണം, ഓരോ അഭിപ്രായങ്ങൾ വരുന്നത്, എല്ലാ അഭിപ്രായങ്ങളും ദൈവം കേൾക്കുന്നുണ്ട്. കാരണം ഓരോരുത്തരുടെയും ഹൃദയാവസ്ഥ അനുസരിച്ചിട്ടാണ് അവരിൽ നിന്ന് അഭിപ്രായം വരുന്നത്. ഇതുപോലെ ക്രിസ്തുയേശുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ക്രിസ്തുയേശുവിനെ കുറിച്ച് ഗ്രഹിക്കുന്നതാരാ? ക്രിസ്തുയേശുവിൻ്റെ ആ നിഷ്കളങ്കതയെക്കുറിച്ച് ഗ്രഹിക്കുന്നതാരാ? ആരാണ് ക്രിസ്തു എന്ന് ഗ്രഹിച്ചിട്ടുള്ളത്? എത്ര പേരുണ്ട്? ഉടനെ തന്നെ നമ്മൾ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ, പലപ്പോഴും പല പ്രസംഗത്തിൽ കൂടി നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോട് യേശുവിനെ ഉപമിച്ച്
അല്ലെങ്കിൽ ഒരു സാധാരണ ലോകത്തിലെ ഒരു നിഷ്കളങ്കനായ മനുഷ്യനോട് യേശുവിനെ ഉപമിച്ച് സംസാരിക്കാം. ഇങ്ങനെയൊന്നുമല്ല. ജനിച്ച് വീണ് കരയുന്ന ആ അമ്മയുടെ മുലപ്പാലിന് വേണ്ടി, അല്ലെങ്കിൽ അത് കരയുന്ന ആ കുഞ്ഞിൻ്റെ അതിന് പോലും കളങ്കമാണ്. കാരണം ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നിരിക്കുന്ന ഈ ലോകത്ത് നിഷ്കളങ്കം എന്ന് പറയുന്ന ഒന്നില്ല. നമ്മൾ നിഷ്കളങ്കം എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ ദുഷ്ടത അവരുടെ നിർവാഹത്തുണ്ട്. കാരണം അവർ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് ലോകത്തിലേക്ക് നോക്കി നിഷ്കളങ്കത കണ്ടെത്തി യേശുവിൻ്റെ നിഷ്കളങ്കതയോട് ഉപമിച്ചു കഴിഞ്ഞാൽ അവൻ തെറ്റി. പിന്നെയോ അല്ലാതെ ഒരു കൂട്ടമുണ്ട്. അവിടെയാണെന്ന് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. യേശുവിൻ്റെ നിഷ്കളങ്കത അതുപോലെയല്ല. പാപമില്ലാത്തവൻ, കർമ്മബന്ധമില്ലാത്തവൻ, അവൻ്റെ രക്തമെന്ന് പറയുന്നത് കളങ്കമില്ലാത്ത പുണ്യാഹ രക്തമാണ്. ആ രക്തത്തിൻ്റെ വില, അത് ദൈവത്തിനെ അറിയാവൂ അതിൻ്റെ വില എന്താണെന്ന്. മനുഷ്യ വംശത്തോടുള്ള കോപം കൃപാസനത്തിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുക. ആ സമയത്താണ് യാഗം കഴിഞ്ഞതിന് ശേഷം യേശുക്രിസ്തു സ്വന്തം രക്തം കൈകളിൽ കൊണ്ടുപോയി ഭൂമിയിൽ നിന്ന് ഉയരത്തിലേക്ക് പോയി സ്വർഗീയ മണ്ഡലങ്ങളിൽ പ്രവേശിച്ചു. സ്വർഗത്തിൽ കടന്നു. അതിവിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. കൃപാസനത്തിൽ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ കോപം ഉയർന്നുകൊണ്ടിരിക്കുന്ന ആ കൃപാസനത്തിൽ സ്വന്തമായ നിഷ്കളങ്ക രക്തം അവനങ്ങ് തളിച്ചു. ആ വീണ രക്തം, കർത്താവിൻ്റെ പദത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു രക്തത്തിൻ്റെ വില എന്താണെന്ന്. ദുഷ്ടന്മാരുടെ രക്തമുണ്ട്, കർത്താവിൻ്റെ ദാസന്മാരുടെ രക്തമുണ്ട്, യേശുവിൻ്റെ രക്തമുണ്ട്. തൻ്റെ ദാസന്മാരുടെ രക്തം ചിന്നിയതിൻ്റെ പ്രതികാരം ദൈവം ചെയ്യുമെന്നാണ്. കാരണം ഒരു മനുഷ്യൻ്റെ സകല പ്രവൃത്തികളും സകല നിഷ്കളങ്കതയും സകല ജീവിതവും ഉള്ളടങ്ങിയിരിക്കുന്ന ഒരു ഭാഗമാണ് രക്തം. അത് ദുഷ്ടൻ്റെ ആയിരുന്നാൽ ആ ദുഷ്ടത മുഴുവൻ ആ രക്തത്തിലുണ്ട്. നീതിമാൻ്റേതായ കർത്താവിൻ്റെ ദാസൻ്റേതായിരുന്നാൽ ആ പ്രവൃത്തി മുഴുവൻ അതിനകത്തുണ്ട്. ഈ യേശുവിൻ്റെ സകല നിഷ്കളങ്കതയും ഈ രക്തത്തിലുണ്ട്. ഈ രക്തം കൃപാസനത്തിൽ അങ്ങ് വീണതോടുകൂടി ദൈവത്തിൻ്റെ കോപം ഉയർന്നുകൊണ്ടിരുന്ന, അതായത് വലിയൊരു അഗ്നി, കാട്ടുതീ കത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി അനുസരിച്ച് അവിടെ കൊണ്ടുപോയി എന്തോ വിതറി. ഇങ്ങനെ ആകാശം മുട്ട കത്തിക്കൊണ്ടിരുന്ന ആ തീ നിമിഷ നേരം കൊണ്ട് അങ്ങ് കെട്ട് അവിടെ ഒരു മുഴുവനും കറുത്ത ഒരു അടയാളം മാത്രമായി. എന്ന് പറഞ്ഞതുപോലെ നമ്മളിവിടെ പറഞ്ഞതിൻ്റെ സാരം, ദൈവത്തിന് മനുഷ്യനോടുള്ള കോപം ഉയർന്നുകൊണ്ടിരുന്ന കൃപാസനത്തിൽ സ്വന്തം രക്തം അങ്ങ് തളിച്ചു വീണതോടുകൂടി ദൈവത്തിൻ്റെ കോപം അവിടെ തീർന്നു. പിന്നെ മനുഷ്യനോട് ദൈവകോപം ഉണ്ടായിട്ടില്ല. മനുഷ്യനോട് ദൈവം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഈ രക്തത്തിൻ്റെ ഉടമ ആരാണ്? യേശുവാണ്. ആദാം പാപം ചെയ്തപ്പോൾ ദൈവം എടുത്തു മാറ്റിയ, അവൻ എൻ്റെ തേജസ് എൻ്റെ മേൽ നിന്ന് ഊരിയെടുത്തു എന്ന് വചനത്തിലുള്ളതുപോലെ ആദാമിൽ നിന്ന് ഊരി മാറ്റിയ ആ തേജസ് ഈ രക്തത്തിൻ്റെ ഉടമയ്ക്ക് കർത്താവ് കൊടുത്തു. അങ്ങനെയാണ് യേശു തേജസ് പ്രാപിച്ചിരിക്കുന്നു എന്ന് പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നു. അതാണ്, ആ നിഷ്കളങ്കതയാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ നിഷ്കളങ്കത അത് ഗ്രഹിക്കാൻ സാധാരണ ജഡമനുഷ്യന് സാധിക്കില്ല. അത് വിധിച്ചവന് മാത്രമേ സാധിക്കൂ. മറ്റാർക്കും അതിൻ്റെ ആഴം അറിയാൻ സാധിക്കില്ല. കാരണം ഒരു മനുഷ്യൻ ഏത് കാര്യം കണ്ടാലും അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ ഉപമിക്കും. അതിനെ മറ്റൊന്നിനോട് സദൃശ്യപ്പെടുത്തി ചിന്തിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഇത് സദൃശ്യപ്പെടുത്താൻ അങ്ങനെയൊന്നുമില്ല. ആ നിഷ്കളങ്കതയ്ക്ക് തുല്യമായി മറ്റൊന്നില്ല. അത് വിധിച്ചവന് മാത്രമേ അറിയാവൂ. ആ രക്തമാണ് ഒരു ദൈവത്തിൻ്റെ ഭക്തനിൽ തളിച്ച് അവനെ പുതിയ സൃഷ്ടിയാക്കി തീർക്കുന്നത്. അത് ദൈവത്തിൻ്റെ ജനത്തിന് മാത്രം അറിവുള്ള കാര്യമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വരുമ്പോൾ ഇതിനെക്കുറിച്ച് അറിവുള്ള, അല്ലെങ്കിൽ ഇതിനെ പ്രാപിക്കാൻ പര്യാപ്തമായി തീരണമെങ്കിൽ ഇതിന് ദൈവം കണ്ടവനായിരിക്കണം. ആരാ ദൈവം കണ്ടവൻ? ദൈവം നിഷ്കളങ്കനാകാൻ നിയമിച്ചവനായിരിക്കണം. ദൈവം നിഷ്കളങ്കനാകാൻ നിയമിച്ചവന് മാത്രമേ യേശുവിൻ്റെ നിഷ്കളങ്കത അറിയാൻ സാധിക്കൂ.
എഫേസ്യ ലേഖനം 1 4 വാക്യത്തിൽ നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തുന്ന. ഇങ്ങനെ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അത്യല്പമായൊരു കൂട്ടമുണ്ട്. ഇവർക്ക് മാത്രമേ യേശുവിൻ്റെ നിഷ്കളങ്കത എന്ത്, യേശു ആര് എന്നറിയാൻ സാധിക്കൂ. അതുകൊണ്ടാണ് നമ്മൾ ഏതെല്ലാം മോഹന വാക്കുകളോ വശീകരണ വാക്കുകളോ ഒന്നും കൊടുക്കണ്ട. നിഷ്കളങ്കനായ ക്രിസ്തുവിനെ ദൈവാത്മാവിൽ പ്രസംഗിച്ചാൽ മതി. ഈ കൂട്ടം അപ്പോൾ എഴുന്നേറ്റ് വരും. എങ്ങനെ? ഈ കൂട്ടം, ഏത് കൂട്ടം? ഈ നിയമിച്ചിരിക്കുന്ന കൂട്ടം. ആരാകാൻ? വിശുദ്ധരും നിഷ്കളങ്കരുമാകാൻ മുൻ നിയമിച്ച് ലോകത്തിലേക്ക് അയച്ചിരിക്കുന്ന ഈ കൂട്ടം യേശുവിൻ്റെ നിഷ്കളങ്കത കേൾക്കുമ്പോൾ പെട്ടെന്ന് ഉണരും. ആരും പ്രേരിപ്പിക്കണ്ട, ആരും പ്രസംഗിക്കണ്ട. കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളനെ ആരെങ്കിലും പഠിപ്പിച്ചതാണോ? എടാ അവൻ ഒന്നും അറിഞ്ഞവനല്ലടാ, പാവം. ഇന്ന് അവൻ ക്രൂശിൽ തൂങ്ങി കിടക്കുന്ന കണ്ടോ, ഇന്ന് അവൻ മരിക്കുന്ന കണ്ടോ? ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ? പറയണ്ട. കാരണം നിരപരാധിയുടെ ദുഃഖം കാണുമ്പോൾ ഈ കൂട്ടർ ഉണരും. ഏത് കൂട്ടർ? ദൈവം നിശ്ചയിച്ചിരിക്കുന്ന കൂട്ടർ ഉണരും. അവൻ കൂട്ടുകാരനെ ശാസിച്ചു. എടാ മിണ്ടാതിരടാ, നീ എന്താ പറഞ്ഞേ? എടാ നമ്മൾ എന്തുകൊണ്ടാണ് ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നത്? നമ്മൾ ചെയ്ത തെറ്റല്ലേടാ? ഞാനും നീയും കളവും പിടിച്ചുപറിയായിട്ട് നടന്നതിൻ്റെ തെറ്റല്ലേ നമ്മൾ അനുഭവിക്കുന്നത്? ശിക്ഷയല്ലേ അനുഭവിക്കുന്നത്? ഇവനോ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്ത് തെറ്റവൻ ചെയ്തിട്ടുണ്ട്? നിശ്ചയമാണ് അവന്. ഈ നിരപരാധിയാണ് ഇവനെന്ന് നിശ്ചയമാണ്. മറ്റവനത് മനസ്സിലാവില്ല. ഒരു തെറ്റുമില്ലാതെ അവന് ചില മനുഷ്യർ ഒരാൾക്ക് കഷ്ടം വരുമ്പോഴത്തേക്കും അവൻ അതിന് തക്കമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒന്ന് ചുമ്മായിരിക്കും, ഒരു തെറ്റില്ലാതെ നിങ്ങൾ വരുമൊന്നുമില്ല. ഇത് മനുഷ്യൻ്റെ സ്വയമേ ഉള്ള ചിന്താഗതികളാ. പക്ഷെ ഈ കൂട്ടം അങ്ങനെയല്ല. ഏത് കൂട്ടം? ദൈവം മുൻനിശ്ചയിച്ചിരിക്കുന്ന കൂട്ടം അങ്ങനെയല്ല. നിരപരാധിയുടെ ദുഃഖമെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല അവർക്ക്. കാരണം അവർ വിശുദ്ധരാകാനും നിഷ്കളങ്കരായി തീരാനും ലോകസ്ഥാപനത്തിന് മുമ്പേ അവരെ മുൻ നിയമിച്ചിരിക്കുന്നതാ. അതാ അവൻ തിരിഞ്ഞു പറഞ്ഞേ, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അവൻ നിരപരാധിയാണ്. ആ നിരപരാധിയാണ് ഈ കഷ്ടം അനുഭവിക്കുന്നത്. ഞാൻ എൻ്റെ തെറ്റ്, എൻ്റെ ശിക്ഷയാണ് അനുഭവിക്കുന്നത് എന്ന് അറിഞ്ഞതിന് ശേഷം അവനോട് വിളിച്ചപേക്ഷിക്കുക, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നീ രാജ്യത്വം പ്രാപിക്കും, ഉറപ്പാണ്. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എൻ്റെയും കൂടി ഓർത്തു കൊള്ളണമേ. മതി. ഇത്രയും കാലമായല്ലോ കളവും പിടിച്ചുപറിയും ദൂഷണവും ഉപദ്രവവും കൊലപാതകവും ഒക്കെ നടന്നിട്ട് ഇത്രയും കാലമായിട്ടും ഉടയവൻ പ്രതീക്ഷിച്ചിരുന്നൊരു വാക്കാണ്, കർത്താവേ. കേട്ടപ്പോൾ തന്നെ മതിയായി. കാരണം ലോകസ്ഥാപനത്തിന് മുമ്പേ ഇവനെ നിർണയിച്ചത് ക്രിസ്തുവിൽ നിർണയിച്ചതാകാം. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർത്തുകൊള്ളണമേ എന്ന് ഇവൻ്റെ നിലവിളി കേട്ടപ്പോൾ തന്നെ അവിടെ തീരുമാനമായി കഴിഞ്ഞു. വേറെ മറുപടി ഒന്നുമില്ല. നീ അങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെ ചെയ്തല്ലോ, നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച്, ഇതൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നിങ്ങളിൽ കൊള്ളാകുന്നവർ വെളിവാകേണ്ടതിന് ഭിന്നപക്ഷം ഉണ്ടാകണം. അപ്പുറത്ത് കിടക്കുന്നവൻ പറയുന്നത് എന്താ, ഇപ്പുറത്ത് കിടക്കുന്നവൻ പറയുന്നത് എന്താ? ഇനി ഇത് ദൈവസിംഹാസനത്തിൽ പോയി ഇരിക്കാനുള്ളവനല്ല ഈ കളൻ. ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. പറുദീസയിൽ നിന്ന് ബദ്ധരുമായിട്ട് കർത്താവ് ഉയരത്തിലേക്ക് പോയി. അവിടെ സ്വർഗത്തിൽ കിടന്ന് ദൈവസിംഹാസനത്തിൽ യേശു ഇരുന്നു. അവിടെയൊന്നും കള്ളനെ കൊണ്ട് ഇരുത്തിയിട്ടില്ല. കള്ളൻ അവിടെയൊന്നും ഇരുത്തിയിട്ടില്ല. ഇനി അവിടെ ഇരിക്കാനുള്ളൊരു കൂട്ടമുണ്ട്. ഇതിങ്ങനെയെങ്കിൽ അവരുടെ ജീവിതം എന്തായിരിക്കും ഈ ഭൂമിയിലെ? ഒന്നുകൂടി പറയാം. ആ കള്ളൻ ഒരു കാര്യം ഓർക്കണം. ഒരു കൈ വെച്ചതിന് ശേഷം ഒരു സൂചിക്കൊരു കയ്യിലൊരു കുത്തു കുത്തിക്കേ. സൂചിക്കൊരു കുത്ത്. ഇത് ആണി കൊണ്ട് ചുറ്റിക വെച്ച് അടിച്ചു കയറ്റിയേക്കുക. കാല് കുരിശിനോട് ചേർത്ത് കെട്ടിയേക്കുക. കാലിൽ ആണികൾ അടിച്ചിരിക്കുക. 10-70 കിലോയുള്ള, ഏകദേശം ഒരു മനുഷ്യൻ്റെ തൂക്കം പറഞ്ഞാൽ 10-70-75 കിലോയുള്ള ഈ ഭാരങ്ങൾ മുഴുവനും താഴത്തേക്ക് കിടക്കുക. ഇനി അധികം സമയമില്ല, മരണസമയമായി. ഏതും അതിവേദന കൊണ്ട് നിൽക്കാൻ വയ്യ. പ്രാണവേദന എന്ന് പറഞ്ഞാൽ
അത് അത്ര ഭയങ്കരമാ. പ്രാണൻ വിട്ടുപോകേണ്ട സമയമായി. ഈ സമയത്ത് ഈ സമയത്ത് അവൻ്റെ വേദന അവന് വിഷയമല്ല. അവൻ്റെ വേദന അവന് വിഷയമല്ല. പിന്നെ ആ നിരപരാധിയുടെ വേദനയാണ് അവന് വിഷയം. വർത്തമാനം പറയാം, ഞാൻ ബന്ധുക്കോസുകാരനാ, ഞാൻ ക്രിസ്ത്യാനിയാ, ഞാൻ വിശ്വാസിയാ, അതിവിശുദ്ധ വിശ്വാസം എൻ്റെ പക്കലുണ്ട്, അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്, അന്യഭാഷയുണ്ട്, കൃപാവരങ്ങളുണ്ട്, ഒക്കെ പറയാം, എല്ലാം പറയാം. പക്ഷേ തൻ്റെ വേദനയേക്കാൾ നിരപരാധിയുടെ വേദന വലുതാണെന്ന് കാണുന്നൊരു കൂട്ടം ഈ ലോകത്തിലുണ്ട്. സൈന്യങ്ങളുടെ ദൈവത്തിൻ്റെ 7 കണ്ണ് അവരെ കണ്ടുപിടിക്കാൻ ഈ ലോകം മുഴുവനും ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഊടാടി അവനെ ക്രൂശിൽ വെച്ച് കണ്ടെത്തി. ദൈവത്തിൻ്റെ 7 കണ്ണ് ക്രൂശിൽ അവനെ കണ്ടെത്തി. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകണം. കാരണം നിങ്ങളുടെ ഇടയിൽ നിന്ന് കൊള്ളാകുന്നവർ വെളിവാകണം. ഈ ജനസമുദ്രത്തിൻ്റെ ഇടയിൽ കൊള്ളാകുന്നൊരു കൂട്ടമുണ്ട്, ഏറ്റവും കൊള്ളാവുന്നൊരു കൂട്ടമുണ്ട്, കൊള്ളരുതാത്തൊരു കൂട്ടമുണ്ട്. എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. കൊള്ളരുതാത്ത കൂട്ടമുണ്ട്, നാശയോഗ്യമായ കൂട്ടമുണ്ട്. ഇങ്ങനെ വിവിധമായിട്ടുള്ള തരംതിരിവിൽ ഗോതമ്പൊക്കെ പൊടിച്ചതിന് ശേഷം നുറുക്ക് ഗോതമ്പ്, സൂചി, ചെറിയ പൊടി, തരിയുള്ള പൊടി, നിർമ്മല പൊടി, അങ്ങനെ ഏറ്റവും നേരിയ മാവ്, ഇങ്ങനെ വേർതിരിക്കുന്നത് പോലെ ഈ ലോകം മുഴുവൻ ഈ മഹാസമുദ്രത്തിൽ അരിപ്പ വെച്ച് അരിക്കുന്നത് പോലെ യാക്കോബേ, ഞാൻ നിനക്കുള്ളവരെയൊക്കെയും ചേർത്തുകൊള്ളും. അരിപ്പ കൊണ്ടരിക്കുന്നത് പോലെ ഞാൻ ഇവരെ അരിക്കും. ഒരു മണി പോലും നിലത്ത് വീഴുകയില്ല. ഉടയവനുള്ളവനെ, സിംഹാസനത്തിലേക്കുള്ളവനെ, ചുറ്റുമുള്ളവനെ, ആരാധിക്കാനുള്ളവനെ, പർവ്വതത്തിൽ വസിക്കാനുള്ളവരെ, യെരൂശലേമിൽ വസിക്കാനുള്ളവരെ, പുതിയ ഭൂമിയിൽ വസിക്കാനുള്ളവരെ, ഓരോന്നിനെയും അരിച്ച് വേർതിരിച്ചെടുക്കും. അതിന് വേണ്ടിയിട്ട് ഈ നിരപരാധിയുടെ പ്രസംഗം ഇന്ന് ലോകം മുഴുവൻ നടക്കുകയാണ്. ഇത് കേട്ട് കഴിയുമ്പോഴേക്കും ഭിന്ന അഭിപ്രായങ്ങളുണ്ടായി. ഇന്നാൾ ഒരു നോട്ടീസ് എഴുതിക്കുന്നുണ്ട്, യഥാർത്ഥത്തിൽ യേശു ഒരു നക്സലൈറ്റ് ആയിരുന്നു. മറ്റൊന്ന് പറയും, യഥാർത്ഥത്തിൽ യേശു എന്ന് പറയുന്നത് ഒരു ജാതിയുടെ പേര് പറഞ്ഞു, ആ ജാതിയായിരുന്നു. ഒരാൾ പറഞ്ഞിരിക്കുക യേശു എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ യുക്തിവാദി. ഇവിടെ ആരും കുറ്റം പറഞ്ഞോ? ഇത് കേട്ടതിന് ശേഷം ഒരു കൂട്ടർ അങ്ങനെ അതുണ്ടോ യേശുവിനെ ആക്ഷേപിച്ചെന്ന് പറഞ്ഞു. എന്താവശ്യം? ദൈവം വെച്ചിരിക്കുന്നതാണ്. അവൻ അതാ മനസ്സിലായിരിക്കുന്നത്. അവനും ഉണ്ട് അവിടെ ഒരു ഭാഗം. അവനെ അതിലേക്ക് വേർതിരിച്ച് കൊണ്ടുപോവുക. മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാതെ കർത്താവേ, നിന്റെ നിരപരാധിത്വം, നിന്റെ നിഷ്കളങ്കത, നിന്റെ നേര്, നിന്റെ ഭക്തി എനിക്ക് വെളിപ്പെടുത്തണമേ. ഞാൻ നീ ഉദ്ദേശിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കൂട്ടത്തിലായി തീരുവാൻ തക്കവണ്ണം കൊള്ളാകുന്നവനായി തീരട്ടെ. ഇല്ല എങ്കിൽ ഞാൻ ആ സ്ഥാനത്ത് എത്തുകയില്ല. കർത്താവിൻ്റെ വരവെങ്കിൽ ഞാൻ തള്ളപ്പെട്ടു പോവുകയും ചെയ്യും. കർത്താവിന് സ്തോത്രം. ഇപ്പോൾ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന ദൈവഭക്തന്മാരുമായുള്ളവരെ നമുക്കാകുന്നു ഈ രക്ഷാവചനം അയച്ചിരിക്കുന്നത്. യെരൂശലേം നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോ ശബ്ബത്ത് തോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിക്കിയാൽ അവയ്ക്ക് നിവൃത്തി വരുത്തി. എല്ലാ ശബ്ബത്ത് തോറും ന്യായപ്രമാണ പുസ്തകം നിവർത്തി വായിക്കും. ഈ വായിക്കുന്നത് എന്താണെന്നുള്ളത് അവർ ഗ്രഹിക്കണ്ടേ? ഷണ്ടൻ രഥത്തിൽ യാത്ര ചെയ്ത് പോകുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിക്കുമായിരുന്നു. യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള ചിത്രീകരണമായിരുന്നു. അവൻ ഫിലിപ്പോസിനോട് പറഞ്ഞത് ഇപ്രകാരമാണ്,
ഒരാൾ പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ ഞാൻ എങ്ങനെ ഗ്രഹിക്കും? ഈ പൊരുൾ ഗ്രഹിക്കാതിരുന്നത് കൊണ്ട് മാത്രമാണ് ആ ജനം മുഴുവനും തെറ്റിപ്പോയത്. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ, കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് തിരുവെഴുത്തിനെ നോക്കി ഞാനിപ്പോൾ ഏത് നിലയിലായിരിക്കുന്നു എന്നുള്ളത് തിരുവെഴുത്ത് പറയും. അതിന് 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, പുതിയ നിയമസഭയ്ക്ക് എന്തെങ്കിലും പരീക്ഷയോ ശോധനയോ കഷ്ടമോ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് ചോദിച്ചാൽ മതി, കർത്താവേ അതെന്താണ് എനിക്ക് അങ്ങനെ വന്നത് എന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു തരും. നീ വായിച്ചിട്ടില്ലേ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ തീച്ചുളയിൽ വീണത് അതേ അനുഭവമാണ് നിൻ്റേത്. നിനക്ക് മുമ്പേ അവരതിനെ തരണം ചെയ്തിട്ടുണ്ട്. നിനക്ക് മുമ്പേ ഇതിൽ വീണവരുണ്ട്. അപ്പോൾ പുതിയ നിയമസഭയ്ക്ക് കർത്താവ് തന്നിരിക്കുന്നത് ഉറപ്പാണത്. എന്താണ്? ഈ സഭയിൽ ജീവിക്കുന്ന കാലത്തോളം എന്ത് കഷ്ടം വന്നിട്ടുണ്ടെങ്കിലും, എന്ത് ശോധന വന്നിട്ടുണ്ടെങ്കിലും, എന്ത് പരീക്ഷ വന്നിട്ടുണ്ടെങ്കിലും അത് ദൈവത്തിൻ്റെ വചനത്തിൽ ഇല്ലാത്തതുണ്ടാവില്ല, അതിനകത്തുണ്ട്. അത് പരിശോധിച്ച് നോക്കിയാൽ മതി. അപ്പോൾ വചനം പറയുന്നത് തിരുവെഴുത്ത് തിരിച്ചറിഞ്ഞ് നിലനിന്നാൽ ഈ അബദ്ധം വരില്ല, ഇടറിപ്പോവില്ല. എങ്ങനെ തിരുവെഴുത്ത് തിരിച്ചറിയും? അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, തിരുവെഴുത്ത് തിരിച്ചറിയാനുള്ള വഴിയെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുകയാണ്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യം, 23-ാം വാക്യം, ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നുപോകുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ, പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ സഭയ്ക്ക് തന്നിട്ടുള്ള സമ്പൂർണ്ണ വചനമടങ്ങിയ സത്യവേദപുസ്തകത്തിൽ ഉറ്റുനോക്കിയിട്ടുണ്ടെങ്കിൽ കൃത്യമായി കർത്താവിൻ്റെ രൂപം അതിൽ കാണാം. രണ്ടാമത് കാണുന്നത് തൻ്റെ രൂപം അതിൽ കാണാം. തൻ്റെ മുഖം അതിൽ കണ്ണാടിയിൽ കാണുന്ന പോലെ കാണാം. കർത്താവിൻ്റെ മുഖവും കണ്ട് തൻ്റെ മുഖവും കണ്ടു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാകും? ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്വരൂപം ന്യായപ്രമാണത്തിലുണ്ട്. അത് ക്രിസ്തുവിൻ്റെ രൂപമാണ്. അത് കണ്ടു. തൻ്റെ അവസ്ഥ മുഖരൂപവും കണ്ടു. രണ്ടും തമ്മിൽ വ്യത്യാസം നോക്കി. ഇപ്പോൾ എന്തറിയാം? തൻ്റെ കുറവ് മനസ്സിലായി. അതങ്ങ് പരിഹരിച്ചാൽ പോരെ. അത് അറിഞ്ഞതിന് ശേഷവും തുടർന്ന് സംഭവിക്കുമ്പോൾ അതങ്ങ് മറന്നുപോകും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവർ വചനം അനുസരിക്കായ്കയാൽ ഇടറിപ്പോകുന്നു. വചനം അനുസരിക്കാതെ വരുന്നവരുടെ ഇടർച്ച. പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 2:8 നമ്മൾ വായിക്കുമ്പോൾ, അവർ വചനം അനുസരിക്കായ്കയാൽ ഇടറിപ്പോകുന്നു, അതിന് അവരെ വെച്ചുമിരിക്കുന്നു. നാളെ കർത്താവിനോട് ചോദിക്കുക, കർത്താവേ ഞാൻ ഇടറിപ്പോയല്ലോ എന്ന് ചോദിച്ചാൽ നീ ഇടറിപ്പോകുന്നോ? യൂദാ നാളെ കർത്താവിനോട് സംസാരിക്കുക, കർത്താവേ തെറ്റുപറ്റിപ്പോയല്ലോ, ഒരു വാക്ക് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ. നീ അറിഞ്ഞില്ലേ? പഴയ നിയമത്തിൽ പഞ്ചഗ്രന്ഥം, സങ്കീർത്തനം, ചരിത്ര പുസ്തകങ്ങൾ, പ്രവചന പുസ്തകങ്ങൾ എന്നിവയടങ്ങിയ
യഹൂദന്മാരുടെ ഗ്രന്ഥമുണ്ടല്ലോ. ഉണ്ട്. അതിൽ സങ്കീർത്തനത്തിൽ 109 സങ്കീർത്തനമുണ്ട്. ഉണ്ട്. നീ യഹൂദനല്ലേ? അതെ. നീ അത് വായിച്ചിട്ടില്ലേ? വായിച്ചിട്ടുണ്ട്. ശബത്ത് തോറും അത് പള്ളിയിൽ വായിക്കാറില്ലേ? വായിക്കാറുണ്ട്. ഈ പുസ്തകം നിന്റെ വീട്ടിലില്ലേ? ഉണ്ട്. അതിൽ എഴുതിയിരിക്കുന്ന ആരെക്കുറിച്ചാ? എതിരാളി അവൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കട്ടെ, അവനെ വിസ്തരിക്കുമ്പോൾ അവൻ കുറ്റക്കാരനെന്ന് തെളിയട്ടെ, അവൻ്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തനെ ഏൽക്കട്ടെ, അവൻ്റെ ഭാര്യ വിധവയായി തീരട്ടെ, അവൻ്റെ മക്കൾ അലഞ്ഞ് തെണ്ടി നടക്കട്ടെ, അവൻ്റെ പ്രാർത്ഥന പാപമായി തീരട്ടെ, അവൻ്റെ അമ്മയുടെ പാപം മാഞ്ഞു പോകരുതേ, അവൻ്റെ പിതാക്കന്മാരെ അകൃത്യം യഹോവ ഓർക്കുമാറാകട്ടെ, അനുഗ്രഹം അവന് അപ്രിയമായിരുന്നു, അത് അവനെ വിട്ടകന്നു പോയി, ശാപം അവന് പ്രിയമായിരുന്നു, അത് അവൻ ഭവിച്ചു, അവൻ എളിയവനെയും മനം തകർന്നവനെയും മരണപര്യന്തം ഉപദ്രവിച്ചു. ഇതാരെക്കുറിച്ചാ? യൂദയെ, ഇതാരെക്കുറിച്ചാ? ഇനിയും സംശയമാണോ? ഇനിയും സംശയമാണോ? സമ്മതിക്കേണ്ടി വരും. യൂദ തന്നെ പറയും, എന്നെക്കുറിച്ച് തന്നെയായിരുന്നു 109 സങ്കീർത്തനം. ഞാനത് തിരിച്ചറിയാതെ എൻ്റെ കർത്താവിനെ ഒറ്റുകൊടുത്തു. കർത്താവ് നീതിമാൻ. കർത്താവ് നീതിമാൻ. അവർ വചനമനുസരിക്കായികയാൽ ഇടറിപ്പോകുന്നു. വ്യക്തമായ ചിത്രം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, രാപ്പകൽ അവൻ്റെ വചനത്തെ ധ്യാനിച്ചു കൊള്ളണം. ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്വരൂപം അതിൽ നിന്ന് കിട്ടും. ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്വരൂപം അതിൽ നിന്ന് കിട്ടിയാൽ നിശ്ചയം നിന്റെ രൂപം അതിനോടുകൂടി കിട്ടും. അതിനെ പരിഹരിപ്പാൻ ആ വചനം അങ്ങ് അനുസരിച്ചാൽ മതി. അതനുസരിച്ചില്ല എങ്കിൽ യൂദയ്ക്ക് സംഭവിച്ചതുപോലെ. യൂദ പുസ്തകം കൊണ്ടാണ് നടക്കുന്നത്. യൂദ യഹൂദനല്ലേ? അതെ. ഇടയ്ക്കിടയ്ക്ക് പുസ്തകമൊക്കെ തുറന്ന് വായിക്കും. വീട്ടിലും വായിക്കും, മക്കളും വായിക്കും, ഭാര്യയും വായിക്കും. എന്താ എഴുതിയിരിക്കുന്നേ? മക്കൾ വായിക്കും 109 സങ്കീർത്തനം, അവൻ്റെ മക്കൾ അലഞ്ഞ് തെണ്ടി നടക്കട്ടെ എന്ന്. ആരുടെയാ? യൂദയുടെ മക്കളിൽ 109 സങ്കീർത്തനം വായിക്കുക. അവൻ്റെ മക്കൾ അലഞ്ഞ് തെണ്ടി നടക്കട്ടെ. കർത്താവേ, ഇത് ആരെക്കുറിച്ചാ? ചേട്ടൻ അനിയനോട് പറയേണ്ടതാണ്, എടാ, ഇത് നമ്മളെക്കുറിച്ചാ. നമ്മുടെ അപ്പൻ്റെ നടപ്പ് മോശമാണ്. ഇത് കണ്ടുപിടിച്ച് പറയാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തും. എന്നാൽ എത്ര പഠിച്ചാലും അവനോട് ചോദിച്ചതല്ലേ, അവനോട് പറഞ്ഞതല്ലേ, എങ്കിൽ നിങ്ങൾ 12 പേരിൽ ഉണ്ടല്ലോ, ഒരാൾ എന്നെ കാണിച്ചു കൊടുക്കും പറഞ്ഞതല്ലേ. ആരാ കർത്താവേ, ആരാ കർത്താവേ? എന്നോടുകൂടെ കൈത്താലത്തിൽ മുക്കുന്നവൻ വീണ്ടും പ്രയാസമായി. ഞാനാണോ കർത്താവേ? ആരാണ് കർത്താവേ? അവസാനം അവനോട് തന്നെ പറഞ്ഞു, നീ തന്നെ മകനെ, നീ തന്നെയാ. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് കൊള്ളായിരുന്നു. ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് കൊള്ളായിരുന്നു. ഇതൊക്കെ അവൻ കേട്ടതല്ലേ. എന്തെങ്കിലും മാനസാന്തരം ഉണ്ടോ? എന്തെങ്കിലും മാറ്റമുണ്ടോ? ആ നിരപരാധിയായ കുഞ്ഞുങ്ങൾ എന്ത് പഴിച്ചു? ആ ഭാര്യ, അവൻ്റെ അമ്മ, 10 മാസം അവനെ ചുവന്ന് പുലർത്തിയ അവൻ്റെ അമ്മ, ആ അമ്മയുടെ പാപം മാഞ്ഞു പോകരുതെന്ന് എഴുതിയിരിക്കുന്നത്. പിതാക്കന്മാരെ അകൃത്യം ഓർക്കുമാറാകട്ടെ എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, സകലതും തീർന്നു, സകലതും തീർന്നു. യൂദ സ്വന്തം വായ കൊണ്ട് പറയും, യേശുവാണ് കർത്താവ്, അവനതിന് യോഗ്യനാണ്. ഞാൻ പാപിയാണ്, ഞാൻ അനുഭവിക്കുന്ന ഈ അഗ്നി നരകത്തിന് ഞാൻ യോഗ്യനാണെന്ന്
യൂദയുടെ വായ കൊണ്ട് പറയും ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി. ഒടുവിൽ അപ്പകണ്ണം മേടിക്കുമ്പോൾ, വീഞ്ഞിൽ മുക്കി അപ്പകണ്ണം കൊടുക്കുമ്പോൾ, എന്നാലും അവസാന നിമിഷവും ഉടയവനൊരു വാക്ക് പറഞ്ഞു, യൂദയെ, നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക. അവൻ പോവുകയാണ്. ഇനി കാണൂല, ഇനി അവനെ കാണൂല. കാരണം അവൻ പോകുന്ന വഴി എന്ന് പറയുന്നത് നാശത്തിലേക്കാണ്. ഒരിക്കലും ഇനി കാണൂല. ശത്രുപക്ഷത്തായി തീർന്ന് നാശത്തിലേക്ക് പോവുകയാണ്. കർത്താവിൻ്റെ വചനം പറയുന്നത്, ഇതാ കർത്താവിൻ്റെ നാളിൽ ഒരു വലിയൊരു വിഭാഗം ഇടർച്ചയിലേക്ക് പോകുമ്പോൾ, അത് പോകുന്നതിൻ്റെ കാരണം തിരുവെഴുത്തുകളെ തിരിച്ചറിയാതെ. ഇന്ന് ഈ തിരുവെഴുത്തിൽ ഏത് തിരുവെഴുത്ത് പ്രകാരമാണ് ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? ഉണ്ട്, നിശ്ചയമായിട്ടുമുണ്ട്, സത്യമായിട്ടുമുണ്ട്. ഈ വേദപുസ്തകത്തിൽ ഇന്ന് ഞാൻ പല ചിന്തകളിലും നിരൂപണങ്ങളിലും നടക്കുമ്പോൾ എൻ്റെ യാത്രയും എൻ്റെ അവസ്ഥയും ഏത് നിലയിലാണെന്നുള്ളത് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കണ്ടുപിടിച്ചാൽ മതി. അതാണ് പറയുന്നത്, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണത്തിൽ ഉറ്റുനോക്കി അതിൽ നിൽക്കണം. ഉറ്റുനോക്കണം. യൂദ ഒന്ന് ഉറ്റുനോക്കിയാൽ മതി. അപ്പോൾ തന്നെ അവന് കാര്യം മനസ്സിലാകും. ദൈവമേ, തെറ്റിയല്ലോ, കർത്താവേ, തെറ്റിപ്പോയല്ലോ. വചനം പറയുന്നത്, വചനം അനുസരിക്കായാൽ അവർ തെറ്റിപ്പോകുന്നു, അതിനവരെ വെച്ചുമിരിക്കുന്നു. കാരണം നാശയോഗ്യമായ ജീവിതങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞു ഒറ്റും കൊടുത്തു. സംഗതിയെല്ലാം തെറ്റിപ്പോയെന്നും കാര്യങ്ങളൊക്കെയും വേറെ വഴിക്ക് തിരിഞ്ഞുവെന്നും യൂദയ്ക്ക് മനസ്സിലായി. ഈ സമയത്തും യേശുവിൻ്റെ അടുക്കൽ വരുന്നവനെ യേശു ഒരു നാളും തള്ളിക്കളയുകയില്ല. നേരെ കുരിശിൻ്റെ ചോട്ടിലേക്ക് ചെന്നാൽ മതി, ക്രൂശിൻ്റെ അടുത്തേക്ക് ചെന്നാൽ മതി. കർത്താവ്, ശരിയാണ്, എല്ലാം സംഭവിച്ചു, പൊടിയെന്നോർക്കണം, തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം. ഒരു വാക്ക് പറഞ്ഞെങ്കിൽ അവൻ്റെ നേരെ മുഖം മറച്ച് കളയത്തക്കവണ്ണമുള്ള ഒരു നിഷ്കളങ്കത, ഒരു ഹൃദയമാണോ യേശുവിനുള്ളത്? അതാ ഞാൻ ആദ്യം പറഞ്ഞത്, അവൻ്റെ നിഷ്കളങ്കത പഠിച്ചിട്ടില്ല. അവൻ്റെ നിഷ്കളങ്കതയുടെ ആഴം പഠിച്ചിട്ടില്ല. അവൻ ആരെന്ന് ഗ്രഹിച്ചിട്ടില്ല. ഇത്രയും കാലം കൂടെ നടന്നു, സുവിശേഷം പറഞ്ഞു, പ്രസംഗിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു. അവൻ്റെ നിഷ്കളങ്കത മാത്രം അറിഞ്ഞിട്ടില്ല. അറിഞ്ഞെങ്കിൽ ആ പോക്ക് പോവില്ല. എങ്ങോട്ടാ പോയത്? കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു, അത് സമ്മതിച്ചു. കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തെങ്കിൽ ഞാൻ വേണമെങ്കിൽ യാഗം കഴിച്ചേക്കാം. കാളയോ പോത്തിനെയോ ആടിനെയോ പ്രാവിനെയോ എന്താ വേണം, കാശുണ്ടല്ലോ ഇഷ്ടം പോലെ, യാഗം കഴിക്കാം. വേണ്ട, തീർന്നടാ, എല്ലാം തീർന്നു എന്നേ ഇടറി. സകലതും കഴിഞ്ഞു. അവർ മഹാപുരോഹിതനോട് ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. അതിന് ഞങ്ങൾക്കെന്താ? മഹാപുരോഹിതന്റെ വാക്ക്. ഒരാളെ വീഴിക്കണം എന്നുള്ളതല്ലാതെ ഒരാളെ കരകയറ്റണമെന്നുള്ള ഉദ്യോഗം ഇല്ലല്ലോ. ഇന്നത്തെ നമ്മുടെ അനുഭവം അറിയാൻ പറ്റില്ല. ഒരാളെ കുഴിയിൽ ഇറക്കണമെന്നുള്ളതല്ലാതെ ആ കുഴിയിൽ നിന്ന് ഒരെണ്ണത്തിനെ കയറ്റണമെന്നുള്ള ഉദ്ദേശം കണ്ടിട്ടുണ്ടോ? നമ്മളത് ജീവിത യാഥാർത്ഥ്യത്തോട് ഒക്കുമ്പോൾ അനുഭവിച്ചിട്ടുള്ളവനറിയാം ആ വേദന. ഞാൻ അകപ്പെട്ടിരിക്കുന്ന കുഴിയിൽ നിന്ന് ഒന്ന് കയറാൻ ആഗ്രഹിക്കുന്ന ഒരെണ്ണം ഈ ലോകത്തുണ്ടോ? മഹാപുരോഹിതൻ പറഞ്ഞു, അതിന് ഞങ്ങൾക്ക് എന്താ, നീ എന്തേ പറയണേ? നീ ഒറ്റ തന്നു,
കാശും തന്നു. ഇനി പിന്നെയും വർത്തമാനം പറഞ്ഞുകൊണ്ട് വരേണ്ട കാര്യം എന്താ? നീ തന്നെ നോക്കിക്കോ, ഈ കാര്യത്തിലൊന്നും ഇവിടെ ഇടപാടൊന്നുമില്ല. എന്നാൽ അവനോട് തെറ്റിപ്പോയല്ലോ. ഇല്ല, എന്നാൽ ഇനിയെങ്കിലും ചെയ്യ്, ഇനിയെങ്കിലും അവങ്കിലേക്ക് തിരിവീൻ. അവൻ ധാരാളം ക്ഷമിക്കും, കരുണയുള്ളവനാണ്, കൃപയുള്ളവനാണ്. കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ പാപത്തെ വെളുപ്പിപ്പാൻ കഴിവുള്ളവനാണ്. പോയില്ല, പോയില്ല, പോയി. അവൻ്റെ മുൻപിലൊരു വഴിയുണ്ട്, അവൻ്റെ മുൻപിലൊരു വഴിയുണ്ട്. അവരുടെ പ്രവൃത്തികൾ, അവരുടെ ജീവിതത്തെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തവണ്ണമായിരിക്കും എന്ന് വചനത്തിലുള്ളതുപോലെ ഇതാ അവൻ്റെ മുമ്പിലൊരു വഴിയുണ്ട്. ആ വഴിയിലേക്ക് അവൻ പോയി കെട്ടി ഞാന്ന് ചത്തു കളഞ്ഞു. അവിടെയും നിന്നില്ല, കയറ് പൊട്ടി താഴ്ത്തു വീണു, കുടലെല്ലാം തുറിച്ചുപോയി. മന്ദിരത്തിൽ വിറ്റ കാശ് വിതറി. പിന്നെ സംഭവിച്ചതെല്ലാം ചരിത്രമാണ്. ഇന്ന് കർത്താവിൻ്റെ വചനം പറയുന്നത് ഇതാ, ശബത്ത് തോറും വായിച്ചു വരുന്ന തിരുവെഴുത്തുകളെ തിരിച്ചറിയാതെ കർത്താവിനെ ഒറ്റുകൊടുത്തവരും ശിക്ഷയ്ക്ക് വിധിച്ചവരും ഈ ലോകത്ത് അപകടത്തിൽപ്പെട്ടു പോയതുപോലെ കർത്താവിൻ്റെ വീണ്ടും വരവിലും ഒരിടർച്ച ഉണ്ടെന്ന് ദൈവാത്മാവ് സൂചന തരുന്നു. എങ്ങനെ? കർത്താവിൻ്റെ വരവിങ്കലുള്ള ഇടറിപ്പോകാതിരിക്കേണ്ടതിന്, വരവിങ്കൽ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ, ഫിലിപ്പിയ ലേഖനം 1:8, കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ ഇടറിപ്പോകാതിരിക്കേണ്ടതിന് സൂക്ഷ്മതയോടെ ഞാൻ ആരാകുന്നു, ഞാൻ എവിടെയായിരിക്കുന്നു, എൻ്റെ കർത്താവ് എന്നെ എവിടെ നിർത്തിയിരിക്കുന്നു, ഞാൻ എങ്ങോട്ട് യാത്ര ചെയ്തു പോകുന്നു എന്നുള്ളത് സൂക്ഷ്മമായി പരിശോധിച്ച് കർത്താവിൻ്റെ ഹിതപ്രകാരം നിലനിന്ന് ഫലം കായ്പാൻ കർത്താവിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ. ഇടർച്ചയില്ലാത്തൊരു ജീവിതമായി കർത്താവിൻ്റെ പ്രത്യക്ഷത പരിണമിപ്പാൻ നമുക്ക് കർത്താവ് ഇടവരുത്തട്ടെ. അവർ വചനമനുസരിക്കായികയാൽ ഇടറിപ്പോകും. കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാണ്.